അത്തച്ചമയത്തിന് രാവണപ്രഭുവിന്റെ മോഹൻലാലിന്റെ ഫിഗർ ചെയ്യാൻ വന്ന അത് ചെയ്യണം. അല്ലാതെ നടേശനായിട്ട് കൂട്ടത്തിൽ വന്ന് എന്റെ മൂക്കിടിച്ച് പൊളിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഒരുമാതിരി വൃത്തികെട്ട പരിപാടി കാണിച്ചിട്ട് ഇപ്പൊ തിരിച്ചിരിക്കണ കണ്ടില്ലേ? ഒന്നും അറിയണ്ടല്ലേ? പാക്കസ്തയല്ല, മൂക്കസ്തയായിരുന്നു. അവന്റെ മൂക്കാവട്ടെയാണ് ഇടിച്ച് തകർത്ത് കളഞ്ഞത്. അവന് ടൈമിംഗ് ഇല്ലാത്ത ഞാനെന്തോ ചെയ്യണം? അവനാണോ ടൈമിംഗ് ഇല്ലാത്തത്? നിങ്ങൾക്കാണ് ടൈമിംഗ് ഇല്ലാത്തത്. എനിക്ക് ടൈമിംഗ് എന്തോ ടൈമിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഈ മോഹൻലാലിന്റെ ഫിഗർ ഞാൻ ചെയ്താൽ കറക്റ്റ് ആയിരുന്നു. എന്റെ മോഹൻലാൽ എന്താണ് കുഴപ്പം? അയ്യോ മോശമാണ് കേട്ടാ. മോഹൻലാൽ ഡിറ്റോല്ലേ എന്നെ കൊണ്ടത് പറയിപ്പിക്കുന്നത്. സത്യം പറഞ്ഞ ആ ഫിഗർ ഞാനല്ലേ ചെയ്യേണ്ടത്. നല്ല മോഹൻലാൽ ഞാനാണ്. നിന്റെ കൈ നിൽക്കൂല മോഹൻലാൽ. ഈ ഫിഗർ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ഞാൻ വേണം. അതിന് ഈ ഇങ്ങനെ നിന്നാലേ ഇത് മോഹൻലാലാണെന്നുള്ള മോഹൻലാലാണ് ഇവിടെ കാണിച്ചു വെച്ചത്. മോഹൻലാൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ പോയിടാ നിന്റെ കാര്യം നോക്കി. നിനക്കൊക്കെ എന്തെന്റെ ഉഴപ്പോഴാണ് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്ന. പോടാ നിന്റെ കാര്യം നോക്കി. നമ്മളും മനുഷ്യരാണ്ടോ? എടോ നമ്മളും മനുഷ്യരാണ്. ഈ സൂട്ടും കൊട്ടും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. നമ്മളും മനുഷ്യരാണ്ടോ? അല്ല എന്താ പക്ഷേ കുഴപ്പം? സെക്യൂരിറ്റിയെ ഭയങ്കര ബഹളം. എന്തിന്? എന്റെ പെണ്ണിന്റെ അച്ഛനെ കാണാൻ അയാള് ബഹളം വെക്കേണ്ട കാര്യം എന്തോന്ന്? അതിന് ബഹളം വെക്കണ? അയാളെ സെക്യൂരിറ്റി കാണേണ്ട കാര്യമില്ല. എന്റെ കൊച്ചുങ്ങളെ പാപ്പ തട്ടിപ്പറിച്ച് ഇന്നോടാണ് കിടക്കുന്ന. അയാളെ കാണാൻ സെക്യൂരിറ്റിയെ പാസ്സെടുക്കേണ്ട കാര്യം എന്തോന്ന്? അതിന്റെ ആവശ്യമില്ല. പിന്നെ ഷോ കാണിക്കാൻ നിൽക്കുന്നു. നമ്മൾ മനുഷ്യരാണ്. ആരാ മനസ്സിലായില്ലേ? ഇത് ആക്സിഡന്റ് തന്നെ. ആക്സിഡന്റ് തന്നെ. അയ്യോ കൈക്കൊന്നും പറ്റിയിട്ടില്ല. കൈ ഉദ്ഘാടനം വരുന്ന പിന്നെന്താ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? അയ്യോ ഇത് അതല്ലെന്ന്. എന്നെ മനസ്സിലായില്ലേ? എന്താ മനസ്സിലായില്ലേ? എന്ത് നെപ്പോളിയൻ? എന്റെ ദൈവം മറ്റേ പിന്നെ മുണ്ടെടുത്ത മുണ്ടക്കൽ ശേഖരൻ മനസ്സിലായില്ലേ? സിനിമയില് നെപ്പോളിയനാണ് ഞാൻ. ഇത് ഇപ്പൊ നിങ്ങളെ കൈക്ക് എന്ത് പറ്റി? അല്ല കാർത്തികൻ. കാർത്തികൻ മംഗലശ്ശേരി കാർത്തികൻ. ഒരു ഫോൺ സീനെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു വീട്ടിൽ ഒന്ന് വിളിക്കുന്നു. ആ സീനെ അച്ഛനെ കണ്ടില്ല. ഞാൻ ദാ ഇവിടെ ഐസിയുടെ ഫ്രണ്ട് ഇരിക്കുന്ന. ഓ ഞാൻ കണ്ടില്ലടി വന്നപ്പോഴേ സെക്യൂരിറ്റി വിഷയം കണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കണം. അങ്ങോട്ട് മാറിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാനേ ഇപ്പൊ അച്ഛനെ കണ്ടിട്ട് സംസാരിക്കും. വേറെ വിഷയമൊന്നും ഇല്ലെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞതേ. ഭരതമാവൻ വിളിച്ചായിരുന്നു. ഭരതമാവൻ വിളിച്ച വേറെ പ്രശ്നമില്ലെന്നാണ് പറഞ്ഞത്. ഓ ഓ ഓ ഓ ഓ നീലകണ്ഠ ചോര ഒഴുകും. അങ്ങോട്ട് മാറിക്കാൻ പറഞ്ഞ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. നീല പച്ച കണ്ട എന്തോ കാണും. കാര്യം പറഞ്ഞോണ്ടിരിക്കുമല്ലേ. ഞാൻ സീരിയസ് ഞാൻ പറഞ്ഞില്ല. എന്റെ അമ്മായി അപ്പൊ ഐസിയു അപ്പൊ ഞാൻ പറഞ്ഞേ. അപ്പൊ ഞാനിത് സംസാരിച്ചിട്ടേ നമുക്കൊരു തീരുമാനം എത്തിക്കാം. ഭരതമാവൻ പറഞ്ഞ വേറെ വിഷയമില്ലെന്നാണ്. സെക്യൂരിറ്റി എന്റെ മൂഡ് കളഞ്ഞ ആ സെക്യൂരിറ്റിയാണ്. ഞാൻ ഏഴിലെ കരയിൽ ആർക്കെങ്കിലും ഭാവി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കായിരിക്കും. എന്താ എന്റെ കുഴപ്പം? എന്തോ നിന്റെ കുഴപ്പം? പാക്കച്ചോടം ഉണ്ടെ കൊണ്ടുപോയി വിരിക്കണം. ഞാൻ വിളിക്കാം. നിന്നെ അങ്ങോട്ട് വിളിക്കാം. സീനെ വിഷമിക്കണ്ട. ഞാൻ ഇവിടെ എത്തിയിട്ട് വിളിക്കാം. അങ്ങോട്ട് വിളിക്കാം. നിന്നെ ഞാൻ കൊല്ലും. നിന്നെ ഞാൻ കൊല്ലും. ആരെന്താ സംഭവം? എന്താ? ഞാൻ മറ്റേ മംഗലശ്ശേരി നീലകണ്ഠ കൈവെട്ടി കളഞ്ഞില്ലേ? ആ ആളാണെന്ന് ഞാൻ. മംഗലശ്ശേരി നീലകണ്ഠ മോനെ കണ്ടിട്ടുണ്ടോ? കാർത്തികേയനെ കണ്ടിട്ടുണ്ടോ? നോക്ക്. അയ്യോ നിങ്ങളായിരുന്ന പരിപാടി അത്തച്ചമയത്തിന്. അയ്യോ ഞാൻ മൊബൈലിൽ കണ്ടേ ഉള്ളു കേട്ടോ. നിങ്ങളായിരുന്നല്ലേ? എന്നെ മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമ്മള് ബന്ധുക്കളാണെന്ന്. എങ്ങനെ? നിങ്ങളെ മറ്റേ ദിവാരമാവയില്ലേ തച്ചവണത്താ ദിവാരമാന്റെ ഇളയ മോൾ സുമ. അവളെ ഞാനാണ് കിട്ടിയത്. എന്നെ ഉറപ്പാണ് സുമയെ കിട്ടിയത് ഞാനാണ്. ഞാൻ വിളിച്ചു. ഇത് ഞാനിത് അറിയണ്ടേ? പിന്നെ എടീ സീനെ എന്റെ മുറപ്പെണ്ണ് സുമയെ കിട്ടിയത് ആരാന്നറിയാം? ഞാൻ എപ്പോഴും പറയില്ല അവളെ കെട്ടാൻ പറ്റാത്തതിന്റെ വിഷമം എനിക്കുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞിട്ടില്ലേ പല രാത്രി നിന്റെ അടുത്ത്. കെട്ടിയത് ആരാന്നറിയാവോ? ലക്ഷപ്രഭുവിനെ കെട്ടുമെന്നും പറഞ്ഞ് നടന്ന അവളിപ്പൊ കെട്ടിയത് ഒരു രാവണ പ്രഭുവിനാ. കൊച്ചു നിക്കറ് വിട്ട് റോട്ടേ നടക്കും രാവണ പ്രഭു. ഞാൻ എന്താ വിളിക്കാം. നിന്നെ അങ്ങോട്ട് വിളിക്കാം. അല്ല മാഷന്താ ഇവിടെ സത്യം പറഞ്ഞ എനിക്കിതിനകത്ത് ഡബിൾ റോളാണ്. ഡബിൾ റോൾ ഞാൻ രണ്ടു വേഷം. അതായത് ഈ മുണ്ടക്കൽ ശേഖരനും ചെയ്യണം, അച്ഛൻ മോഹൻലാലും ചെയ്യണം. എങ്ങനെ അറിയത്തില്ലേ? അതിനെന്ത് വിഷമിക്കണം? എന്തിനാ പിന്നെ സത്യം പറഞ്ഞ ഞാനാണ് മോഹൻലാലാണ്. എന്റെ മോഹൻലാൽ ഡിറ്റോ. ആൾക്കാർ അന്തം വിട്ട് നോക്കി. ഞാൻ പറയട്ടെ, സത്യം പറയുകയാണെങ്കിൽ മോഹൻലാൽ ഞാനായിരുന്നു ആകട്ടത്. എവന്റെ കയ്യിൽ മോഹൻലാൽ നിൽക്കൂല. സത്യം പറഞ്ഞ മോഹൻലാലിനെ പറിച്ചു വെച്ചേക്കുന്ന എന്നെ കൊണ്ട് പറയിക്കരുത്. ഞാൻ വേറെ സിറ്റുവേഷനിൽ നിൽക്കുന്ന. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ അമ്മാവനെങ്ങനെ? അല്ല അമ്മാവനെ പെട്ടെന്ന് ഒരു ഇത് ബൈപ്പാസ് വേണമെന്നാണ് പറയുന്നത്. എനിക്ക് അവളുടെ അടുത്ത് പറയാനൊരു. അപ്പൊ കൊച്ചിച്ചേരി MC റോഡ് വേണം.
അമ്മാവന് ബൈപ്പാസ് വേണം. ഒരു കൈയല്ലേ ഒടിഞ്ഞോളൂ, അതെ, ഒരു കൈ. മറ്റേ കൈയും കൂടെ ഞാൻ പിടിച്ചോടിക്കും. ഓപ്പറേഷന്റെ കാര്യമല്ലേ പറഞ്ഞത്. ഇപ്പൊ 3-4 പ്രാവശ്യം നെഞ്ചോദന വന്നായിരുന്നു ചേട്ടാ. ഞാൻ ഈ കവന്ന് കിടന്നു പറഞ്ഞു. എപ്പോഴും നമ്മൾ മൈൻഡ് ചെയ്താലേ പിന്നെ അതാണ് ഇതാണെന്ന് പറഞ്ഞു വരും. സത്യം പറഞ്ഞ അകത്ത് കിടക്കുന്ന ആളൊരു വിഷമാണ്. വിഷത്തിനാണ് കഞ്ഞിയും കൊണ്ട് ഞാൻ വന്നത്. അങ്ങനെയല്ലല്ലേ, പിന്നെ കഞ്ഞിയിലല്ലേ വിഷം കലക്കണ്ടത്? അതല്ലെന്ന് അകത്ത് കിടക്കുന്ന ആളില്ലേ, ആളുടെ സ്വഭാവം ശരിയല്ലെന്ന്. നമ്മളെ കെട്ടണ സമയത്ത്, ഈ സീനെ കെട്ടണ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞ എന്തോന്നറിയാം, ഈ പെങ്കൊച്ച് വീട്ടിൽ ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ലാന്ന്. ആണല്ലേ? കെട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായെന്താന്നറിയാം, ഞാൻ വീട്ടിലുള്ള കാര്യം വെളിയിൽ ആർക്കും അറിയാൻ വയ്യുന്നു. അതേ അവസ്ഥയാണ് എന്റെ അവസ്ഥ. അതുകൊണ്ട് നിങ്ങള് വിശ്വാസമൊന്നുള്ള ആളൊന്നും അല്ല. സ്നേഹിച്ച് കെട്ടിയതാണ്, അത് അറേഞ്ച്ഡ് മാരേജ് ആണ്. സ്നേഹിച്ച് കെട്ടിയത്. ഞാൻ സീനെ കാണുന്നത് വെച്ചാൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റില്ലേ, സൂപ്പർ മാർക്കറ്റ് വെച്ചാണ് ഈ സീനെ കാണുന്നത് കേട്ടോ. സൂപ്പർ മാർക്കറ്റ് വെച്ചാണ് സീനയല്ല കാണുന്നത്, പിന്നെ ചേന. ഓണമായിട്ട് ഇവിടുന്ന് കുറെ കൊണ്ടുപോകും. ശരി ശരി കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഞങ്ങൾ ഈ ഫിഗർ ചെയ്ത് നടക്കുന്നവരാണല്ലോ. വല്ല കിട്ടോ ഇത്? നല്ല ദൈവമേ, എനിക്ക് 250 രൂപ കിട്ടും, അണ്ണന് 250 രൂപ. അല്ലല്ല, എനിക്ക് 500 കിട്ടും. 500? ആര് പറഞ്ഞു? എനിക്ക് 250, പുള്ളിക്ക് 250. എനിക്ക് 500 കിട്ടുമെന്ന്. അതെങ്ങനെ? ഈ 500 കിട്ടുന്നതെന്ന് 250 അവന് കൊടുക്കും. അങ്ങനെയുണ്ട്. അത് ശരി. എങ്ങനെ ജീവിതമൊക്കെ മുമ്പോട്ട് പോകും? ജീവിതവും കുഴപ്പമൊന്നും കൊണ്ട് കിട്ടുന്ന വല്ല ഭാര്യക്ക് ജോലിയുണ്ട്. ഭാര്യ എന്ത് ജോലി ചെയ്യുന്നു? ഭാര്യക്ക് ബോർമേല ജോലി. എന്ത് ഓർമ്മ? ബോർമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ പപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കത്തില്ല, ബേക്കറി. അപ്പൊ ആ കൊച്ചിന്റെ കാര്യം നോക്കണ്ട. മുട്ട പപ്സിന്റെ പൊടിയെങ്കിലും കഴിച്ചാൽ അത് ജീവിച്ചോളൂ. നെപ്പോളിയന്റെ കാര്യമല്ലേ പാട്? വരുമാനം വലിയ പാടല്ലേ? വരുമാനം കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പാടല്ലേ? നിങ്ങളിങ്ങനെ പൊതുസ്ഥലത്ത് ഇങ്ങനെ സിഗരറ്റ് വലിച്ചോണ്ട് നടക്കരുത് കേട്ടോ. പൊതുസ്ഥലത്ത് ഇങ്ങനെ സിഗരറ്റ് വലിക്കരുത്. ഞാനിത് കത്തിക്കാറില്ല, അത് സ്റ്റൈലാണ്. ഞാൻ കൊണ്ടു നടക്കും. വൈഫ് അവള് ഗൾഫിലാണ്. അപ്പൊ നീ ഇങ്ങനെ കൊണ്ടുവേടാ. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇന്നലെ പരിപാടി എവിടെയായിരുന്നേ? എവിടെ? ഇന്നലത്തെ ഞങ്ങളുടെ പരിപാടിയായിരുന്നു. എവിടെയായിരുന്നു പരിപാടി? ഇന്നലത്തെ ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നെയ്യാർ ഡാമില്. അപ്പൊ മുതലേക്ക് പോലും വേണ്ട 2 തകർത്താവുന്ന ഞങ്ങൾ പൊളിച്ചടുക്കി കഴിഞ്ഞു. ആണല്ലേ? പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇനിയിപ്പോ ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടില് പൊങ്കല്. നീ പൊങ്കാലക്കലത്തിന് അടി മേടിച്ച് അടക്കും. ഞങ്ങൾ അവിടെ പോയി ഫിഗർ ചെയ്യും. എന്ത് ഫിഗർ? ഞാൻ വിജയും ഇവ കമലാസൻ 10 വേഷം ഒറ്റയ്ക്ക്. വേറെ കൊണ്ട് പറയല്ല. വിജയ് ഇപ്പൊ മുഖ്യമന്ത്രിയാണ്. ഈ പുള്ളിയുടെ ഒരു സ്വഭാവം വെച്ചാണ് ഞാൻ പറയുന്നത്. അവിടെ വല്ലതും ജയിലിൽ പിടിച്ച് അടച്ചിട്ട് പാസ് വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ നാണക്കേടാണ്. രണ്ടുപേരും ജയിലിൽ പിടിച്ച് അടയ്ക്കും, ഉറപ്പാണ്. അവിടെ നമ്മളെ പരിപാടിയെ കുറിച്ച് അവർ പറയുന്നത് ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ രണ്ടുപേരോടെ ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുവാണ്. ഞങ്ങളുടെ പരിപാടിയുടെ പേര് തന്നെ കിടിലാണ്. എന്താണ്? കിടുക്ക് മൂഞ്ചികൾ. 25,000 രൂപയാണ് ഈ കിടുക്ക് മൂഞ്ചികൾക്ക് അഡ്വാൻസ് ആയിട്ട്. അപ്പൊ അവര് തന്നെ കിടക്ക് മൂഞ്ചി. ഞാൻ എന്തായാലും കണ്ടിട്ട് വരട്ടെ. എനിക്ക് അല്ല എങ്ങനെ കാണോന്നുള്ളതാണ്. ഞാൻ എങ്ങനെ കാണുന്നുള്ള ചെന്ന് നോക്കി പോയി കാണണമല്ലോ. എന്നാ പറയുന്നത്? അല്ല വിഷമം ഉണ്ടെന്നേ. ഞങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ ഞങ്ങളിപ്പോ എന്നാ ചെയ്യണോ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമുണ്ടാകാനായിട്ട് വേറെ ഒരു കുഴപ്പമില്ല. അവരൊക്കെ ഇങ്ങോട്ട് വന്ന് നിന്നൊക്കെ പോകും. ഇത് കഴിഞ്ഞാൽ നമ്മളാണ് പരിപാടിക്ക് ഇറങ്ങേണ്ടത്. റിഹേഴ്സൽ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ അവിടെ ചെന്ന് തെറ്റിപ്പോകും. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ കരാട്ടെ അത് പഠിക്കണമെന്ന് സമയം ഉണ്ടായിരുന്നു, ടൈം കിട്ടിയില്ല. പിന്നെ ആകെ ഉള്ളത് നല്ല നാടൻ തല്ലാണ്. അത് നമുക്ക് നാട്ടുകാർ തരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അതിന്റെ ഇതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ഇവിടെ വന്ന് നിൽക്കേണ്ടി വരും. മടുപ്പിക്കാതെ പേടിയാക്കാതെ. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. പഠിക്കണ്ട. പിന്നെ കരാട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ കൈവെട്ടേണ്ട കാര്യം തരുത്. കാറ് ഞാൻ കത്തിക്കും. കാറ് കത്തിയ എനിക്ക് പുല്ലാണ്. കാറ് കത്തിയില്ല. ഡയലോഗ് പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. കണ്ടാ പത്ത് വിട്ട്. അങ്ങനെ പുള്ളി എങ്ങനെ ഉണ്ട് ഇപ്പൊ? പഴയണൊക്കെ തന്നെ കുട്ടൂസിന്റെ മുഖമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. അയ്യോ, ആളെ കാണാൻ എങ്ങനെ ഉണ്ടെന്നല്ലേ ചോദിച്ചത്. പിന്നെ പുള്ളിക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ടോ? എന്തോ ഒന്ന് ഡോക്ടർ എഴുതി തന്നായിരുന്നു. എന്താന്ന് എനിക്ക് കിട്ടിയില്ലെന്നേ. എന്തോ സംഭവം ഒന്ന് കിട്ടിയില്ലേ? എന്റെ പൊന്നേ, അറിയിക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചോ. ക്ഷമിക്കല്ലേ, അത് മനുഷ്യന്റെ കാര്യം അങ്ങനെയാണ്. പെട്ടെന്നുള്ള പഴഞ്ഞൊക്കെ വീണ മരിക്കുന്നു. അച്ഛൻ ഈ ഒരു അവസ്ഥ പെട്ടെന്ന് വരും. ഡോക്ടർ ഇങ്ങനെ ഒരു ഇത് വേണ്ടേ? വിളിച്ച് പറയണ്ടേ? അവള് എങ്ങനെ സഹിക്കൂ? അല്ല, അത് ഇങ്ങനെ തന്നെ സഹിച്ചേ പറ്റുള്ളൂ. നമ്മൾ ധൈര്യം കൊടുക്കണം. എന്റെ ഭാര്യ ഞാൻ എങ്ങനെ വിളിച്ച് പറയാന്നാണ്. ആ നമ്പറിൽ ചെന്നാ ഞാൻ വിളിച്ചു പറയാം. അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുങ്ങളുടെ കാര്യം അതല്ലേ. ഞാൻ വീട്ടിലെ ഒരു കാര്യം, നമ്മള് ജനിക്കുമ്പോഴ് ഒന്നുമില്ലാതെയാണ് വരുന്നത്. കേട്ടില്ല? ജനിക്കുമ്പോ നമ്മൾ ഒന്നുമില്ലാതെയാണ് വരുന്നത്. മരിക്കുമ്പോഴും നമ്മൾ ഒന്നും കൊണ്ടുപോകണില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചത് ആരൊക്കെ എടുത്തുകൊണ്ട് പോണം. നിങ്ങളിതിപ്പോ ഞാൻ ഇതിപ്പോ അത് പറഞ്ഞൂടെ? അത് വിളിച്ച് പറയേ. അവളെടുത്ത് അത് ഞാൻ അല്ല, വിളിച്ച് പറയേ. പറഞ്ഞു ഈ ഒരു കാര്യം ഉണ്ടേ, വേറൊന്നും അല്ല. നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ട് എന്തോ എടുക്കാനല്ലേ നമ്മൾ. അതല്ലെന്ന്, ജനിക്കുമ്പോ നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല, ഒന്നും ഇല്ലാതെയാണ് വരുന്നത്.
എനിക്ക് മരിക്കുമ്പോ നമ്മളൊന്നും കൊണ്ടുപോകണില്ല, നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. എനിക്ക് പറ്റുന്നു. ഞാൻ എടുത്താണ്. ഹലോ, ഞാൻ മറ്റേ രാവണപ്രഭുവാണേ. നമ്മള് ജനിക്കുമ്പോ വീഡിയോ കൂടെ ആണെങ്കിൽ നമുക്കൊന്ന് നേരെ സംസാരിക്കായിരുന്നു. നമ്മള് ജനിക്കുമ്പോ നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല, പിന്നെ മരിക്കുമ്പോ മരണം പറയാം. പറയാം. അപ്പൊ ജനിക്കുമ്പോഴേ ആര് ആരാ അവന്റെ ഭാര്യ നെപ്പോളിയൻ ഉണ്ടോ? നെപ്പോളിയൻ ഉണ്ട്. ഏഴിലെ കരിയിൽ ആർക്കെങ്കിലും ഭാവിരിക്കുന്ന ഭാവി കൊണ്ടുപോകണം. നമ്മളൊന്നും കൊണ്ടുപോകണില്ല, പക്ഷെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് ആരും എടുത്തിട്ട് പോകും. ഇനിയും സീന വേറൊന്നുമില്ല. നമ്മളെ അച്ഛനെ ചെറിയൊരു വിഷയമുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ആ ശ്രാവുനെ വിളിച്ചിട്ട് ഒരു പന്തല് പറ. അത് പറഞ്ഞു. ഒരു 45 കസേരയും കൂടെ പറ തൽക്കാലത്തേക്ക്. പറഞ്ഞുതരാം. പിന്നെ ബാക്കി വന്നിട്ട് ഞാൻ അറേഞ്ച് ചെയ്യാം. മീൻ മേടിക്കണമെന്നാ നമുക്ക്, അതാണ് അത്യാവശ്യം. മീൻ മേടിക്കണമെന്ന്. അല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ മേടിച്ചു വെച്ചേക്കുന്ന അവിടെ. ഇതൊക്കെയാണ് അവൾക്ക് എന്ത് സംഭവത്ത് അല്ലെന്നാ അച്ഛൻ പോയില്ലേ, നിങ്ങളല്ലേ പറഞ്ഞ. അറിയിക്കണ്ടവരെ അറിയിച്ചാ ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. ഭാര്യ വരുവാ? ഭാര്യയെ വിളിച്ചു പറഞ്ഞു. വരട്ടെ, നല്ല കാര്യം. ഇംഗ്ലീഷൊക്കെ അറിയാലോ? ഇംഗ്ലീഷൊക്കെ അറിയാവോ? അതിന് എന്തിന് ഇത് വായിക്കട്ടെ, ഇത് എന്തുവാണെന്നുള്ളൂ ഇയാളെല്ലാം അറിയിക്കാൻ പറഞ്ഞു. അതല്ലേ പറഞ്ഞ അറിയിക്കേണ്ടവരെ അറിയിക്കണം. ഇത് വായിക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം, വിളിച്ചു വരുത്തണോന്ന്. എടാ വെടലെന്നെ ഞാനിവിടെ അറിയിക്കേണ്ടവർ എടാ അത് തന്നെയല്ലേ പറഞ്ഞു. ഞാനിവിടെ മൊത്തം കൊണ്ടുവരുന്നത് സെക്യൂരിറ്റിക്ക് പോലും വായിക്കാൻ അറിഞ്ഞുകൂടാ. ഞാനിത് കൊണ്ട് എനിക്ക് എന്റെ ഭയപ്പെടാണ്. ഞാനിത് കൊണ്ട് മൊത്തം നടക്കുവാണ്. ഒന്നാമത് ഈ കൈ കാണിക്കാൻ പറ്റും ആരെങ്കിലും? ഞാൻ നടന്നെടുത്തിട്ട് ഒരുത്തം പോലും തിരിച്ചു നോക്കുന്നില്ല. അറിയാൻ വേണ്ടി വേറൊന്നുമല്ല, ഇപ്പൊ ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു പന്തല്. വേറെ പേടിക്കാനൊന്നുമില്ല, അച്ഛനൊന്നുമില്ല. എന്തെന്നറിയാമോ? പന്തല് ക്യാൻസൽ. ഓപ്പോസിറ്റീവ് ബ്ലഡ് വേണം. സംഭവം എന്താ അറിയോ? ഞാൻ വിളിക്കാം, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടേ. ഓപ്പോസിറ്റീവ് ബ്ലഡ് വേണമെന്ന് പുള്ളിയുടെ അടുത്താ മതി. പുള്ളിയുടെ ഓപ്പോസിറ്റ്. അതങ്ങനെ ഞാൻ എന്ത് പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റ് വർത്താനം ഇയാളാണ് പറഞ്ഞത്. ഇവന്റെ കറക്റ്റാണ്. ഞാൻ പറഞ്ഞു ഇവന്റെ ബ്ലഡ് എടുത്ത് ബ്ലഡ് ബാങ്കിൽ നിന്ന് പോയി ബ്ലഡ് എടുത്ത് ബാങ്കിലോട്ടൊന്നും അടുപ്പിക്കരുത്. പോയി ലോൺ മേടിക്കും. ഇപ്പൊ തന്നെ മറ്റേ ഡെക്കാത്ത് ലോൺ എന്ന് പറഞ്ഞോണ്ട് കടയുണ്ടല്ല, അവിടെ ചെന്ന് ലോൺ ചോദിച്ചു. അവര് ഷൂവിനെ എറിഞ്ഞത്. അയാൾ ബാങ്കിലൊന്നും അടുപ്പിക്കരുത്. നമുക്ക് ഈ അച്ഛന് കൗണ്ട് കുറവാണ്. അതിനൊരു കാര്യമുണ്ട്, സിമ്പിൾ ആണ്. രാവിലെ എഴുതേക്കണം. എന്നിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പും അതുപോലെ തന്നെ ഇതിന് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വായിക്കാത്തിട്ട് അച്ഛന്റെ സൗണ്ട് ഒക്കെ പിന്നെ ബ്ലഡിലെ കൗണ്ട് കുറവാണ്. സൗണ്ട് കുറവാണ്. അതൊക്കെ സിമ്പിൾ കാര്യമല്ലേ. രാവിലെ വൈകിട്ടും കവി കഴിച്ചാൽ മതി. രാവിലെ ഒരു കവി, വൈകിട്ട് ഒരു കവി. അത് കഴിക്കാന്ന് പറഞ്ഞ സുശീലൻ എന്ന് പറഞ്ഞ ഒരു കവി ഉണ്ട്. കുടിയൊക്കെ വളർത്തിയിട്ട് നടക്കുന്ന ആളാണ്. ഒരു പിടിക്കിഞ്ഞ് പൊക്കിയിട്ട് ഉള്ളംകാലിലെ മണ്ണ് തട്ടിയിട്ട് വിരിഞ്ഞ ആളെ പിടിച്ച് നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ സുഹൃത്തെ മരത്തേലൊക്കെ തൂക്കിക്കിടക്കുന്ന കണ്ടിട്ടില്ലേ കവി? കവി കടിച്ച് ഞാനൊന്ന് ഇന്ന് കണ്ടിട്ട് വരാം. പാവം ഒരാൾ വയ്യാതെ കിടക്കുന്നതല്ലേ, നമ്മൾ എന്തെങ്കിലും ഞാനൊന്ന് പോയി കണ്ടിട്ട് വരും. ഒരു കുഴപ്പമില്ല. ഇവിടെ അല്ലേ? അതെ അതെ, ഒരു കൈ ഓപ്പോസിറ്റ് കറക്റ്റ് ആണല്ലേ? ഓപ്പോസിറ്റ് കറക്റ്റ് ആകുമ്പോൾ ബാങ്ക് പകരം ഏത് കൊടുത്താലും പകരം കിട്ടും. ആണല്ലേ? വിഷമിക്കൊന്നും വേണ്ട. എന്താ ഊട്ടിന്ന് എഴുതി? ഊട്ടിയിലുണ്ടായിരുന്ന അല്ല, കറക്റ്റ് സാധനം കിട്ടിയില്ല. ആണല്ലേ? അയ്യോ, ഹലോ, ആരാ പറഞ്ഞത് നിങ്ങളുടെ അമ്മായിപ്പന് അനങ്ങാൻ പറ്റത്തില്ലെന്ന്? ഞാൻ അവിടെ ചെന്ന് ഏഴിലക്കല്ലിൽ പാവിരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എടുത്തിട്ട് ചെവുക്കല്ല് നോക്കി ഒറ്റ അടി തന്നു. പിന്നെ എന്റെ പിന്നെ നിങ്ങളല്ലേ പറഞ്ഞു പുള്ളിക്ക് വയ്യ നടക്കുവാണെന്ന്? അടിപൊളി അടിപൊളി. പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അവിടെ ഇപ്പൊ എഴുതിട്ട് ഇങ്ങനെ ഇരിപ്പോട്ട് പുള്ളി കയ്യറിയ. എനിക്കറിഞ്ഞൂടാ, മറ്റേ ജഗ് എടുക്കുന്നുണ്ടപ്പോ ഞാൻ ഓടി. പിന്നെ അവർ രക്ഷപ്പെട്ടില്ലേ? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളും കൂടെ പോയി കണ്ടേ. അല്ല, ഞാൻ പോണില്ല. ഞാൻ പോണ്ട കാര്യമില്ല. നിങ്ങൾ പോയി കാണണോ? ഞാൻ പോടാ. ഇയാളെ കണ്ടപ്പോ എന്റെ അച്ഛൻ എണീച്ച നിങ്ങളെ കണ്ടാ ഇറങ്ങി ഓടും, എനിക്ക് ഉറപ്പാണെന്ന്. പിന്നെ